എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ബോന്തിത്തോടെ ആ മഹാപണ്ഡിറ്റ് വീട്ടിലേക്ക് വന്നിട്ട് പറയാണ് അവൾ എന്തിനാണ് ഡോക്ടറെ അടുത്തൊക്കെ പോയി എന്നുള്ളത് അവളോട് തുറന്ന് പറയാനും അമ്മേനെ തൊട്ട് സത്യം ചെയ്യാനും അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് അത് തന്നെയാണ്. ബോന്തിത്ത് എങ്ങനെയെന്ന് ആലോചിക്കുകയാണ്, അയ്യോ ഞാൻ എന്താ ചെയ്യുക, ത്രിലോചൻ കാക്കാക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും പറയില്ല എന്ന്, എൻ്റെ ഈ ബെഡ് നനച്ച് വെക്കണ ഈ സ്വഭാവം ഞാൻ എന്തായാലും ആളോട് തുറന്ന് പറയില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്വാമിയാണെങ്കിൽ സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ് അമ്മേനെ തൊട്ട്. അപ്പോൾ എനിക്ക് അമ്മേനെ തൊട്ട് കള്ളസത്യം ചെയ്യാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആളിങ്ങനെ ഏമ്പക്കം വിടുന്നത്. ആര്? ആ മഹാപണ്ഡിറ്റ്ജി ഇങ്ങനെ ഏമ്പക്കം വിടുന്നുണ്ട്. അപ്പോൾ ബോന്തിയൊക്കെയാണ് ഇത് ആരപ്പത്, ഇത് എവിടുന്നപ്പോൾ ഈ ശബ്ദം, ഈ ഏമ്പക്കം വിട്ടത് ആരാന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ മഹാപണ്ഡിറ്റ്ജി ആകെ ഇരുന്ന് ഉരുകുന്നുണ്ട്. അപ്പോൾ ബോന്തിക്ക് മനസ്സിലായിട്ടുണ്ട് ആളാണത് ചെയ്തിരിക്കുന്നതെന്ന്. എന്നിട്ട് ബോന്തിത്ത് ആളോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ഏമ്പക്കം വിട്ടത്? ഏമ്പക്കം എപ്പോഴാണ് വിടുകയെന്നറിയോ? വയറ് ഫുള്ളാണുമ്പോഴാണ്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഉപവാസമാണ്, നിങ്ങളിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, ഈ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? നമ്മൾ വയറ് നിറഞ്ഞാലാണ് ഏമ്പക്കം വിടുക. അപ്പോൾ നിങ്ങളെന്തായാലും കഴിച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണല്ലേ ഇപ്പം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കാത്തതെന്നിങ്ങനെ ആളോട് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോച ആളോട് പറയുന്നുണ്ട്, മരുമോളെ മുണ്ടാതെ നിൽക്ക്, അപമാനിക്കരുത് എല്ലാവരും മുമ്പിൽ നിന്നിങ്ങനെ ത്രിലോച ആളോട് ഇങ്ങനെ മെല്ലെ മെല്ലെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആളോട് പറയാണ്, ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഏമ്പക്കം വിടണത് ഏറ്റവും നല്ല കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ദഹിക്കുകയാണ് ചെയ്യുക നമ്മുടെ ഭക്ഷണം, അപ്പോഴാണ് ഇത് വരുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഭക്ഷണം കഴിക്കാൻ പറ്റൂട്ടാ. ഇനിയിപ്പോൾ വേണേ രസഗുള വേണമെന്ന് ചോദിക്കുന്നുണ്ട് ആളോട്. എന്നിട്ട് പറയാണ്, വേണമെങ്കിൽ അടുക്കളയിൽ 4 കുടുക്ക ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഒരു കുടുക്ക വേണമെങ്കിൽ വീട്ടിലേക്കും കൊണ്ടുപോയിക്കോന്നിങ്ങനെ ആ മഹാപണ്ഡിറ്റ്ജിയോട് അവൾ പറയാണ്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് അവൻ്റെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവനാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല, അവൻ നന്നായിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഇവളുടെ വർത്താനം കേട്ടിട്ട്. അപ്പം മഹാപണ്ഡിറ്റ് പറയണേ, ഞാനൊന്നല്ല ചെയ്തതെന്ന് പറയുമ്പോൾ ബോന്തിത്ത് പറയണേ, അല്ലല്ല ഞാൻ കേട്ട് നിങ്ങൾ തന്നെയാണ് ഏമ്പക്കം വിട്ടതെന്ന് അവൾ പറയാണ്. അപ്പോൾ മഹാപണ്ഡിറ്റ്ജി പറയാണ്, അപ്പോൾ നിൻ്റെ വല്ല തെളിവുണ്ടോ ഞാനാണ് ചെയ്തത് എന്നുള്ളതിലെന്ന് ബോന്തിത്തോട് ചോദിക്കുമ്പോൾ ബോന്തിത്ത് പറയാണ്, അപ്പോൾ മഹാപണ്ഡിറ്റ്ജി നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആരെന്ന് ചോദിക്കും. അപ്പോൾ പണ്ഡിറ്റ്ജി പറയാണ്, ദുർഗാദേവിനെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കാറെന്നിങ്ങനെ പണ്ഡിറ്റ്ജി പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത് പറയാണ്, ആളെ തൊട്ട് സത്യം ചെയ്യ്, നിങ്ങളല്ല ഏമ്പക്കം വിട്ടതെന്ന് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബോന്തിത്ത് പറയാണ്. അപ്പോൾ ആളാകെ ദേഷ്യപ്പെടുന്നുണ്ട്. ത്രിലോചനോട് പറയാണ്, നിങ്ങളുടെ മരുമോൾ എന്നോട് പാപം ചെയ്യാനാണ് പറയുന്നത്, ദൈവത്തിന് തൊട്ടൊക്കെ സത്യം ചെയ്യാൻ. ശരിക്കും ആളാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള മടി കൊണ്ടാണ് ആളിങ്ങനെയൊക്കെ അത് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ത്രിലോചൻ ബോന്തിത്തോട് പറയുന്നുണ്ട്, തീ നിർത്തിയെന്നൊക്കെ. അപ്പോൾ ബോന്തിത്ത് വീണ്ടും ആ പണ്ഡിറ്റ്ജിയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ദുർഗാമാനല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ്. എനിക്ക് ജന്മം തന്നത് എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ ഇല്ലാണ്ട് ഞാനിവിടെ നിൽക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ദൈവത്തിനെ പോലെയാണ്. അപ്പോൾ ആ അമ്മേനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ സത്യം ചെയ്യാമെന്നിങ്ങനെ ആ പണ്ഡിറ്റ്ജിയോട് അവൾ പറയുന്നുണ്ട്. അവളെ അമ്മേനെ കുറിച്ചൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ദൈവത്തിൻ്റെ പോലെയാണെന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം അനിരുദ്ധ അപ്പത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പണ്ഡിറ്റ്ജിക്കാണെങ്കിൽ ഒന്നും പറയാനില്ലാണ്ടാവാണ്. എന്നിട്ട് അവൾ പിന്നെ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടാകുന്ന ബോധിത്ത പണ്ഡിറ്റ്ജിയോട് ചോദിക്കുമ്പോൾ ആൾ പറയാണ്, ഇല്ല നിനക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ത്രിലോചനോട് ആൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഏകാദശിയുടെ പൂജ ഇവിടെ നടക്കും. 9 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ 7 മണിക്ക് തന്നെ വരും. എന്നിട്ട് വീടൊക്കെ ശുദ്ധമാണെന്ന് ഞങ്ങളപ്പം തന്നെ നോക്കും, ശുദ്ധമായിരിക്കണം. പിന്നെ ഇന്ന് നിങ്ങളുടെ മരുമോൾ തർക്കുത്തരം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു, പക്ഷെ അന്ന് ഞങ്ങൾ ശരിക്കും നോക്കൂ ഇതിവിടെ ശുദ്ധമാണോ, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ശരിക്കും നോക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഏകാദശിയുടെ പൂജയുടെ അധികാരം ഞങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന ആ സ്വാമി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ സൗദാമിനെ കാണിക്കുന്നത്, സൗദാമിനായിട്ട് ഇതിൻ്റെ അച്ഛനോട് പറയാണ്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്, അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള വഴി നമുക്ക് കിട്ടിയിട്ടില്ല. ആ സ്വാമിനോട് ഇവളെക്കുറിച്ചുള്ള എല്ലാം തുറന്ന് പറഞ്ഞാൽ പോരെ, ഇവള് ബെഡിൽ മൂത്രം വെച്ച് വെക്കണതും ഒക്കെ ആ സ്വാമിനോട് തുറന്ന് പറഞ്ഞാൽ അവളെ ഈ വീട്ടിൽ നിന്ന് ത്രിലോചൻ എന്നെ പുറത്താക്കിക്കോളും. നാണക്കേടായാൽ ത്രിലോചൻ എന്നെ അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും എന്ന് സൗദാമിൻ ഇങ്ങനെ ബിനോയോട് പറയുന്നുണ്ട്. അപ്പോൾ ബിനോയ് പറയാണ്, ഞാൻ വിചാരിച്ച് നിനക്ക് നല്ല ഇവിടുത്തെ സംസ്കാരവും പിന്നെ വിദേശത്തെ സംസ്കാരമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിനക്കത് തീരെയില്ല എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ സൗദാമിനായിട്ട് ഇതിൻ്റെ അച്ഛനോട് പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വലുത് ഈ സംസ്കാരവും പൂജകളൊക്കെയാണോ, ബോധിത്താനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതെന്ന് ഇങ്ങനെ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ്, നിനക്ക് എന്താ ഒരു ബുദ്ധി പോലും ഇല്ല. ഇപ്പം നമ്മൾ പോയിട്ട് ഇതാ മഹാപണ്ഡിതനോട് പറഞ്ഞാൽ ആൾ എൻ്റെ ത്രിലോചനല്ല അപമാനിക്കുക, എല്ലാവരും പോലും എൻ്റെ ചേട്ടനാണ് നാണം കേട്, അപ്പോൾ അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, നീ അതൊന്നും ചിന്തിക്കാത്തത്, നിനക്ക് എന്താ ഒരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞിട്ട് അഴുതിൻ്റെ അച്ഛന് സൗദാമിനെ ചീത്ത പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഴുതിൻ്റെ അച്ഛന് ത്രിലോചൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, സ്വന്തം ഏട്ടനാണ്. അപ്പോൾ ആളോട് ഭയങ്കര ഇഷ്ടമാണ്.
ഹാപ്പിയാണ് ആളെന്താ വലിയ സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ആളുടെ ഉള്ളിൽ ആളോട് നല്ല ഇഷ്ടമുണ്ട്, ത്രിലോചനോട് ആൾക്ക് നല്ല ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നിട്ട് ബിനോയ് പറയാണ് അവളെന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവുക തന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. അനിരുദ്ധിന് എന്തായാലും അവളുടെ ഈ സ്വഭാവം മാറ്റാനൊന്നും പോണില്ല, എന്തായാലും അവൾ ഇവിടുന്ന് പോവുക തന്നെ ചെയ്യും. എന്നിട്ട് നീ ഇവിടുത്തെ മരുമോളാവുന്ന അവളോട് പറയുമ്പോൾ സൗദാമിനി ചിരിച്ചിട്ട് നിൽക്കുകയാണ്. അച്ഛൻ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ഒറ്റയ്ക്ക് നിന്ന് പറയുന്നുണ്ട് ഞാനാവും ഇവിടുത്തെ മരുമോൾ എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. അപ്പം അനിരുദ്ധ് ഇരുന്നിട്ട് ഒരു കഷായം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് ത്രിലോചന അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ത്രിലോചന ഇത് കണ്ടിട്ട് ആകെ സങ്കടമാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് മോനെ നീ എന്താ ഈ ഉറക്കല്ലാണ്ട് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ എൻ്റെ ബോധിതയുടെ ഈ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് കഷായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആയുർവേദമൊക്കെ നോക്കിയിട്ട് ബുക്കൊക്കെ നോക്കിയിട്ട് ഞാൻ അവൾക്ക് കഷായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ ത്രിലോചന പറയുന്നത് മോനെ ഈ വാശി നീ നിർത്ത്, നീ ഇതൊന്നും ഇങ്ങനെ വാശി കാണിക്കില്ല, നിനക്ക് എന്ത് ബുദ്ധിമുട്ട് ഉണ്ട് ഇപ്പോൾ, നീ എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ട അവൾക്ക് വേണ്ടിയിട്ടെന്ന് ത്രിലോചന അവനോട് പറയാണ്. അപ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട് ബോന്തിതയുടെ ഈ സ്വഭാവം മാറണ വരെ എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല, ഞാൻ അവളുടെ സ്വഭാവം മാറ്റിനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ കഷായം എടുത്തിട്ട് അവിടെ നിന്നിട്ട് പോവാണ്. എന്നിട്ട് ബോന്തിതയുടെ അടുത്ത് ചെന്നിട്ട് അവളോട് പറയാണ് ഞാൻ നിനക്ക് ഒരു കഷായം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നീ ഇത് കുടിക്കണം, നിന്റെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ അത് മെല്ലെ എടുത്തിട്ട് മൂക്കൊക്കെ പൊത്തിയിട്ട് കുടിക്കുന്നുണ്ട്. അവന് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവളത് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ മെല്ലെ ചുണ്ടത്ത് വെക്കുമ്പോഴേക്കും അവൾ പറയാണ് ഇത് ഒരുപാട് കയ്പ്പാണ്, ഞാൻ ഇത്ര കയ്പ്പുള്ളതൊന്നും കുടിക്കില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് ബോന്തിത ഞാൻ ഒറ്റയ്ക്ക് നിന്നാലിത് മാറാൻ പറ്റുമോ, ഇല്ലല്ലോ നീയും കൂടിയും ശ്രമിക്കണം, എന്നാലത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് കുറേ അവൻ പറയുന്നുണ്ട്, അത് കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവളാണെങ്കിൽ അതിക്ക് നോക്കി നിൽക്കുകയാണ് കുടിക്കാതെ. സൗരഭിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ രണ്ടമ്മമാരും കൂടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ പാവ അമ്മ പറയുന്നുണ്ട് ആ ദുഷ്ടത്തിയോട് നിങ്ങൾ ഈ വാശി വെടിയണം, അവരുടെ ആ 5 ആടുകളെ തന്നില്ലാണ്ട് ഇവരുടെ ജീവിതം പോവില്ല എന്ന് പറഞ്ഞില്ലേ, മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് പിൻവലിക്കണം, ആ വാക്കൊക്കെ ഒന്ന് പിൻവലിക്കണം. അവർ ജീവിച്ചോട്ടെ, അവർ തമ്മിൽ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പാവമുണ്ട്, അവർ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ആ ദുഷ്ടത്തി സമ്മതിക്കുന്നില്ല. ആടുകളെ കിട്ടിയില്ലാണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ ത്രിലോചന എനിക്കാണ്. ത്രിലോചൻ ബിഹാരിയോടാണ് പറയുന്നത്. ബിഹാരിയോട് പറയണം അനിരുദ്ധ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഇനി അവന് ഇതിൽ തോറ്റാൽ അവന് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ബോന്തിതയുടെ ഈ സ്വഭാവം മാറ്റാൻ പറ്റിയില്ല, ഇങ്ങനെ അവൻ തകർന്നു പോകും, അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നാളെ പൊയില ബൊയ്ശാഖ് എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊയില ബൊയ്ശാഖ് എന്താണെന്ന് വെച്ചാൽ ഈ ബംഗാളി കലണ്ടറിലത്തെ ആദ്യത്തെ ദിവസത്തിന് പൊയില ബൊയ്ശാഖ് പറഞ്ഞിട്ടൊരു ആഘോഷമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ന്യൂ ഇയർ എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പൊയില ബൊയ്ശാഖ് ആഘോഷം. അപ്പോൾ അത് ബംഗാളികൾ ആചരിക്കുന്നതാണ്. അപ്പോൾ അതിനാണ് ത്രിലോചന പറയുന്നത് നാളെ പൊയില ബൊയ്ശാഖാണ്. അപ്പോൾ അതിന് നമ്മൾ നല്ല തുടക്കം തന്നെ കുറിക്കാൻ പോവാണ്. ബോന്തിതയുടെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ കാണുക ചെയ്യും. അനിരുദ്ധിനെ ഒരിക്കലും തോറ്റു കൊടുക്കാൻ വിടില്ല എന്നിങ്ങനെ ത്രിലോചന പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.